ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഗയാമി ലഷ ടൈം. നമ്മളിന്ന് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ബീട്രൂട്ട് ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ലേയേർഡ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, കാണാനും അടിപൊളിയാണ്, അതേപോലെ തന്നെ കഴിക്കാനും അടിപൊളിയാണ്. അപ്പോൾ വേഗം തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. 2 മീഡിയം ബീട്രൂട്ട് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് വേവിക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ആ വെള്ളത്തോടു കൂടി തന്നെ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഒന്ന് അരിച്ചെടുക്കണം. നമുക്കതിൻ്റെ ജ്യൂസ് മാത്രം മതിയാവും. ബാക്കിയുള്ള വേസ്റ്റ് നമുക്ക് ഫേസ് പാക്കായിട്ടൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഗ്യാസ് ഇപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. ഇനിയും ഒരു 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക്. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, ഇത് ഏകദേശം ഒരു 3/4 കപ്പോളം ഉണ്ട് കേട്ടോ ഈ ബീട്രൂട്ട് ജ്യൂസ്. അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഈ കോൺഫ്ലവർ കട്ടയില്ലാതെ നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ അത് കട്ടയില്ലാതെ ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ 2 കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിരുന്നല്ലോ, അത് ഞാൻ ഗ്യാസിൽ വെച്ചൊന്ന് ഓണാക്കി. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് കലർന്ന് കോൺഫ്ലവർ മിക്സ് ഇട്ട് കൊടുത്തിട്ട് തുടരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഈ ഒരു സമയം തന്നെ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് 250 ml മെഷറിംഗ് കപ്പിൽ സെയിം അളവിൽ തന്നെ 2 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മറ്റൊരു കപ്പിലെടുത്ത് ഈ പാലിൽ നിന്നും കുറച്ച് പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കട്ടയെല്ലാം മാറ്റിയതിന് ശേഷം ആ കോൺഫ്ലവറിൻ്റെ മിക്സ് നമുക്ക് ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ അറ്റ് എ ടൈം 2 അടുപ്പിൽ ഈ പാല് കോൺഫ്ലവർ അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ ആ ഒരു മിക്സ് നമ്മൾ അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. കാര്യം ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ രണ്ടിനും ഒരേ ചൂട് ആവശ്യമാണ്, അല്ലെങ്കിൽ അങ്ങ് കൂടുതലങ്ങ് സെറ്റായി പോവും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ ബീട്രൂട്ട് നമ്മൾ ആദ്യം വെച്ചതുകൊണ്ട് തന്നെ ബീട്രൂട്ട് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം, എന്നിട്ട് അതങ്ങ് അടച്ച് വയ്ക്കുക. അതേപോലെ തന്നെ നമ്മുടെ പാലും കോൺഫ്ലവറിൻ്റെയും കൂട്ട് നന്നായിട്ട് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനി ഒരു 3 ഡ്രോപ്പ് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതേപോലെ നല്ല ബബിൾസ് വരും. അപ്പോൾ ഈ വാനില എസൻസ് കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കതും ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്, എന്നാൽ മാത്രമേ നമ്മുടെ പുഡിങ് സെറ്റായിട്ട് വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ്ട് നല്ലതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വാനില എസൻസ് ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ നമ്മൾ ബീട്രൂട്ടിൻ്റെ അതിലേക്കും ഒരു 2 ഡ്രോപ്പ് വാനില എസൻസ് ഒഴിച്ച് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ രണ്ടും നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏതിലാണോ പുഡിങ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ബൗൾ നല്ല കഴുകി ഉണക്കി വെച്ചതായിരിക്കണേ. ആദ്യമേ തന്നെ ഒരു വലിയ തവിയിൽ ഞാൻ ബീട്രൂട്ടിൻ്റെ മിക്സാണ് ആദ്യമേ ഒഴിച്ചു കൊടുക്കുന്നത്. അതിന് മുകളിലായിട്ട് ഒരു ചെറിയ തവി എടുത്തിട്ട് പാലിൻ്റെ ആ ഒരു മിക്സ് നമുക്കതിൻ്റെ നടുവിലായിട്ട് സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ വശങ്ങളിലേക്ക് പോകാതെ ഒഴിക്കുക, എന്നാലേ നമുക്ക് ആ ലെയർ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ 3ാമത്തെ ലെയറായിട്ട് ബീട്രൂട്ടിൻ്റെ അത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. സെൻറ്ററിൽ മാത്രം പാലിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുന്നു. ഇത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അത് തീരുന്നത് വരെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഏകദേശം ഒരു 7 ലെയർ നമുക്ക് ഈ ഒരു അളവിൽ ചെയ്താൽ കിട്ടും കേട്ടോ. അങ്ങനെ വീണ്ടും ഞാൻ ബീട്രൂട്ടിൻ്റെ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ ശരിക്കും കടകളിലൊക്കെ പോയി നമ്മൾ കഴിക്കുന്ന ആ ഒരു പുഡിങ്ങിൻ്റെ ടേസ്റ്റും ടെക്സ്ചറുമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കാണാനും നല്ല ഭംഗിയാണ്, അതിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. മാത്രമല്ല ഈ റെഡും വൈറ്റും കൂടെ നല്ലൊരു കോമ്പിനേഷനാണല്ലോ. നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസിനും ഈ ഒരു രീതിയിൽ പുഡിങ് ഉണ്ടാക്കി ഗസ്റ്റിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാവുന്നതാണ്. എന്താണെന്ന് ആരും പറയില്ല കേട്ടോ. ബീട്രൂട്ട് നമ്മൾ ജ്യൂസ് മാത്രം എടുക്കുന്നുണ്ട്, ആ ബീട്രൂട്ടിൻ്റെ ഒരു ചവർപ്പ് അങ്ങനത്തെ ഒരു ടേസ്റ്റും ഉണ്ടായിരിക്കില്ല. എന്താണെന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ. ബീട്രൂട്ട് കഴിക്കാത്തവർ പോലും ഇത് കഴിച്ചിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാനിങ്ങനെ അതിൻ്റെ ലെയർ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ തീരുന്നത് വരെ. അപ്പോൾ ലാസ്റ്റിൽ നമ്മൾ ബീട്രൂട്ടിൻ്റെ ആ മിക്സാണ് മുകൾ ഭാഗത്തും ഏറ്റവും അടിയിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. ഇതിൻ്റെ ചൂടാറിയതിന് ശേഷം നമുക്ക്
ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഞാൻ പക്ഷേ 1 മണിക്കൂറേ വെച്ചിരുന്നുള്ളൂ. കുട്ടികൾ അപ്പോഴത്തേക്ക് സ്കൂളിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എടുത്തു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ സൈഡ് കുറച്ചൊരു ക്രാക്ക് വീണിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് സെറ്റായിട്ടുണ്ട്. ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അതിൻ്റെ ലെയർ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. ഒന്ന് റെഡ്, വൈറ്റ് അങ്ങനെ നല്ലൊരു ഭംഗിയാണ് കാണാൻ. കഴിക്കാനും നല്ലതാണ് കേട്ടോ. അപ്പോൾ മധുരമൊക്കെ ഇത് കറക്റ്റ് മധുരമേ ഉള്ളൂ കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ മാത്രമല്ല, ഇതുപോലത്തെ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കും. നല്ല രസമാണ്. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.